ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കുഴക്കട്ടയാണ്. നമ്മളെല്ലാവരും കുഴക്കട്ടയൊക്കെ കഴിക്കും, ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കളർഫുള്ളായിട്ടുള്ള, ഒരു രുചികരമായിട്ടുള്ള, അതിന് വ്യത്യസ്ത ഗുണമുള്ള ഒരു കുഴക്കട്ടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുഴക്കട്ടയ്ക്ക് വേണ്ട സാധനങ്ങളാണ്. നമുക്ക് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനും കുഴക്കട്ടയ്ക്കും എടുക്കുന്നത്. അതിനകത്ത് നിന്ന് ഞാൻ ഈ അളവിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ 2 കപ്പിന് 3 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കണം. ഒരു കപ്പിന് 1.5 കപ്പ്. ഇതിലേറിയും കുറഞ്ഞും ഒക്കെ വരും. നമ്മുടെ അരിയുടെ ഇതനുസരിച്ച് ഏറിയും കുറഞ്ഞും ഒക്കെ വരാറുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഞാനിതൊരു ബീട്രൂട്ടിൻ്റെ, ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ പകുതി ഞാൻ എടുത്ത് അത് ഞാൻ കട്ട് ചെയ്ത് നല്ലപോലെ അതിൻ്റെ പൾപ്പ് എടുത്തതാണ്. അത് നമുക്ക് ഇതിൻ്റെത്തേക്ക് 2 സ്പൂണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഗുണവും മണവും നല്ല ടേസ്റ്റും അതുപോലെ നല്ല കളറും ഉള്ളതാണ്. ഇത് നല്ലപോലെ തിളച്ചു. നമുക്ക് എന്നിട്ട് ഈ ബീട്രൂട്ടിൻ്റെ കളർ കിട്ടുന്നതിന് വേണ്ടി, അതിൻ്റെ ഗുണം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബീട്രൂട്ട് ചേർത്തത്. നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് കട്ട കെട്ടാതെ അത് ഇളക്കിയെടുക്കാം. ഇതൊരുമാതിരിയായി. നമുക്കിനി ഇത് അടച്ചു വെക്കാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിപ്പം നമുക്ക് കൈ തൊടാവുന്ന ചൂടായി. നമുക്കിനി ഇത് കൈ കൊണ്ട് കുഴയ്ക്കാം. നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. നല്ല മയത്തിൽ ഞാൻ കുഴച്ചു. ഇതുപോലെ നല്ല മയത്തിൽ കുഴക്കണം. കുഴക്കട്ടയ്ക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ: ബദാം അല്പം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിടാം. നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർക്കാം. ഇത് റൈസിൻസ് ആവശ്യത്തിന് നമുക്കെടുക്കാം. ഇത് ആപ്രിക്കോട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അതും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്നും വലിയ അളവില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇത് കാഷ്യൂനട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അല്പം തേങ്ങ, അതും നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സിന്നമൺ പൗഡറാണ്. നമുക്ക് അതും 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും ഇതിലേക്ക് നമുക്ക് ഇടാം. പിന്നെ ആവശ്യമാണ് ബ്രൗൺ ഷുഗർ. നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്കിടാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇട്ടാലും മതി. ശർക്കര ചീകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് എന്നിട്ട് മിക്സ് ചെയ്യാം. ഒരു ഉരുള എടുത്ത് ഇതുപോലെ ആക്കി ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഫില്ലിങ്സ് വെക്കുക. ഫില്ലിങ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു നല്ല ഷേപ്പ് കൊടുക്കാം. അങ്ങനെ വീണ്ടും നമുക്കിതുപോലെ പരത്തിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ് ചെയ്തിട്ട് ഇതുപോലെ വേറെ ഷേപ്പിൽ, നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പിലും നമുക്ക് ഇത് ഉണ്ടാക്കാം.
ഇതേ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഞാൻ സിലിണ്ടറിക്കൽ ഷേപ്പിലും ഞാൻ പരത്തി. കനം കുറച്ച് വേണം നമ്മൾ പരത്താനായിട്ട്. ഇതുപോലെ കനത്തി ഇത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഷേപ്പിലേക്ക് വെക്കാം. ഒരു പൗച്ചിൻ്റെ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു പൗച്ച് ആക്കാം. ഇത് നമ്മുടെ സാധാരണ കുഴക്കട്ട പോലെ നമുക്കുണ്ടാക്കാം. ഇതുപോലെ അങ്ങനെ നമ്മുടെ എല്ലാ ഷേപ്പിലുള്ള കുഴക്കട്ടകളും റെഡിയായി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി കുഴക്കട്ട റെഡിയായി. കളർഫുള്ളാണ്, ഗുണമുള്ളതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് ഈ കളറിലെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചത്. അപ്പോൾ ഇത്രയും കളർ കിട്ടി. എന്നാൽ ഇച്ചിരി കൂടെ കളർ വേണമെങ്കിൽ നമുക്ക് ആ മാവിനകത്തോട്ട് അല്പം ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്കേവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.